ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുനാരങ്ങച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 11 ചെറുനാരങ്ങയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ചെറുനാരങ്ങ നമുക്ക് വെള്ളത്തിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ചെറുനാരങ്ങയൊക്കെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ചെറുനാരങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം ചെറിയ ചൂടായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളം നല്ലപോലെ തിളച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറുനാരങ്ങ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് ചെറുനാരങ്ങ ഊറ്റിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ചെറുനാരങ്ങ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു അരിപ്പയിലാണ് കേട്ടോ ചെറുനാരങ്ങ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി ചെറുനാരങ്ങയുടെ ചൂടാറിയതിന് ശേഷം നമുക്ക് അച്ചാറിൻ്റെ പാകത്തിന് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറുനാരങ്ങയുടെ ചൂടാറി വരുന്ന നേരം കൊണ്ട് നമുക്ക് അച്ചാറിലേക്കുള്ള കായും ഉലുവയും മൂപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചീഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കായം നല്ലപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കായം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എടുക്കുകയാണ്. അപ്പോൾ ഉലുവ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടിയും എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ എണ്ണ നല്ലപോലെ ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി എണ്ണ അതിലേക്ക് എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് എണ്ണ ഈ ചീഞ്ചട്ടിയിൽ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ കേട്ടോ. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ എണ്ണയ്ക്ക് ഒരു കുത്തണ സ്മെല്ലല്ലേ, അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ എണ്ണേനെ ചൂടാക്കി എടുക്കുന്നത്. ഈ എണ്ണ നല്ലപോലെ ചൂടാവുന്ന നേരം കൊണ്ട് അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള വെളുത്തുള്ളി നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ഉണ്ട വെളുത്തുള്ളി നന്നാക്കിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് വേവിക്കുകയാണ്. ഇത് വെന്ത് വരട്ടെ കേട്ടോ. അതിന് ശേഷം കാണിച്ചു തരാം. എണ്ണ വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ എണ്ണ നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയുടെ ചൂട് കുറഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാറി വരട്ടെ. ഒപ്പം തന്നെ വെളുത്തുള്ളിയും വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയുടെ ചൂട് ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓൺ ആക്കണമൊന്നുമില്ല. ഈ ചൂടിൽ തന്നെ നമുക്ക് പൊടികളൊക്കെ മൂത്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണയുടെ ആ ഒരു കുത്തുന്ന സ്മെല്ലും പോയി കിട്ടും. അതുപോലെ തന്നെ കരിയാതെ തന്നെ നമുക്ക് പൊടികൾ മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ചൂടാറി വരട്ടെ. ഇനി എണ്ണ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തുകയാണ്. ഇത് പിരിമിച്ചിട്ട് കാരണം അതിൻ്റെ ചൂടിലിരുന്നിട്ട് ചിലപ്പോൾ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുനാരങ്ങ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം.
അച്ചാറിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെറുനാരങ്ങ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഈ നീളത്തിലാണ് ചെറുനാരങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുന്നത്. ഇതേപോലെ ചെറുനാരങ്ങ എല്ലാം അരിഞ്ഞു വയ്ക്കാം. അരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ചെറുനാരങ്ങ എല്ലാതും അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ചൂടാറാൻ വെച്ചിട്ടുള്ള ഈ മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല എണ്ണയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള കായും ഉലുവയും പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ പൊടിച്ചതിന് ശേഷം നമ്മുടെ ചെറുനാരങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള കായയും ഉലുവയും ഞാൻ ചെറുനാരങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ അച്ചാറിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുളകൊക്കെ മൂപ്പിച്ചെടുത്ത ചീഞ്ചട്ടിയില്ലേ ആ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ചട്ടിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ നേരത്തെ മൂപ്പിച്ച മുളകിൻ്റെ ഒക്കെ കുറച്ച് അംശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിൽ വന്നോട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചട്ടിയുടെ എല്ലാ സൈഡിലും ചട്ടം കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വിനാഗിരി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് ഡയറക്റ്റ് അച്ചാറിലേക്ക് ഒഴിക്കരുത്, ചൂടാറിന് ശേഷം ഒഴിക്കാൻ പാടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വിനാഗിരിയും അതുപോലെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെ ഒക്കെ ചൂടാറിയിട്ടുണ്ട്. ഞാനിതൊക്കെ ഈ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അച്ചാറിലേക്ക് എല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് ഒന്ന് മുന്നിട്ട് നിൽക്കണം. നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ട് എന്തായാലും 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ അല്ലേ ഉപയോഗിക്കുള്ളൂ. അപ്പോഴേക്കും ചിലപ്പോൾ ചെറുനാരങ്ങയിലൊക്കെ നല്ലപോലെ ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിൻ്റെ അളവ് എപ്പോഴും മുന്നിട്ട് നിൽക്കണം എന്ന് പറയണത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാർ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പോഴേക്കാണ് അത് കറക്റ്റ് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും സിമ്പിളായിട്ടുള്ള അച്ചാർ തന്നെയാണ്. അച്ചാർ ബിരിയാണിക്കും വൈറ്റ് റൈസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള അച്ചാറാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.